ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്നും കറങ്ങാനില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ഡാൻസിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആൾ വരും, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. 9:30 വരുമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ 9:15 റെഡിയാവാൻ പോയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാം, നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ റെഡിയായില്ലേ, റെഡിയാകാൻ പോവുകയാണ്. സമയം താമസിച്ചു, പെട്ടെന്ന് റെഡി ആവണം കേട്ടോ. ഞങ്ങളിട്ട് വേണ്ടത് ചാലയിലോട്ടാണ് പോകുന്നത്. ചാലയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതൊക്കെ നേരെ പ്രാക്ടീസിന് പോകണം. അങ്ങനെയൊന്ന് ഫുൾ തിരക്കാണ്. അപ്പോൾ ഞാനൊരു വ്ളോഗ് എടുക്കാം, എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എത്രത്തോളം മാക്സിമം നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. ബയോ. എത്ര സമയം താമസിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ അത്യാവശ്യം ഒരുങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. എനിക്ക് അങ്ങനെ ഒരുങ്ങി ഒന്ന് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. ഉള്ള സമയം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടേ പോകത്തുള്ളൂ. എനിക്ക് എപ്പോഴും നല്ല പക്ക ആയിരിക്കണം, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കാണെങ്കിലും ഹായ്. അങ്ങനെ ഞാൻ ഏകദേശം റെഡി ആയി കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കണം. അവൾ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. ദോശ കഴിക്കണം. ഒരു ദോശ കഴിക്കണമുണ്ട്. വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാൻ സമയമില്ല. അതുകൊണ്ട് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സമയം താമസിച്ചു. നമുക്ക് ദോശ കഴിക്കാം. കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും, വിശക്കും ഇല്ലേ. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങട്ടെ. ഞാൻ കുറച്ച് നാൾ മുന്നേ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സമയത്തായിരുന്നു ഭക്ഷണം കഴിയും. ഒരു 10 മണി കഴിയും, 11 മണിയാവും. അപ്പോൾ പക്ഷേ അത് നല്ലതല്ലാതെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പോൾ നേരത്തെ 9 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും നല്ലതാണ് ശരീരത്തിനും. ആള് റോഡിലോട്ട് നിൽക്കാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാൻ റോഡിലോട്ട് പോവായിരുന്നു. റോഡിലോട്ട് നിൽക്കാൻ അവൾക്ക് വീടറിയത്തില്ല, അതുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ റോഡിലോട്ട് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അശ്വതി കേട്ടോ. ഞാനും അവൾ ഒന്നിച്ചായിരുന്നു കേട്ടോ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ചൊരു യാത്ര ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അന്ന് യാത്ര. പിന്നെ ഞാനും അവളും ഒന്നിച്ച് ചാലയിൽ പോയി. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, സുറുമി, അത് വേറൊരു ഫ്രണ്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ ആ ഷോപ്പിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത സമയം പോയി. പിന്നെ അത്യാവശ്യം നമ്മളെ രീതിയിൽ കുറേയൊക്കെ നോക്കി. നമ്മൾ മാല നോക്കി, പിന്നെ എക്സ്റ്റൻഷൻ നോക്കണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അവൾ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നേ. അപ്പോൾ ഡാൻസ് ഞങ്ങൾക്ക് തിങ്കളാഴ്ച കരിക്കും, അതായത് 7-ാം തീയതി കരിക്കാതെ ഡാൻസ് ഉണ്ട്. അപ്പോൾ ആ വീക്കെൻഡ് 3 ഡാൻസോളം ഉണ്ട്. അപ്പോൾ എക്സ്റ്റൻഷനും മാലയൊക്കെ എല്ലാം പുതിയത് വാങ്ങാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ റേറ്റ് വരുമ്പോഴത്തേക്ക് ചാലയിൽ നോക്കുമ്പോൾ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ച് പിന്നെ ഹോൾസെയിൽ ഷോപ്പല്ലേ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് റേറ്റ് കുറവിൽ വാങ്ങാമെന്നുള്ള ഇതിൽ ഞങ്ങളെല്ലാം ഡാൻസിൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് ഈ ചാല ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് നമുക്ക് കിട്ടും. ഇത് എക്സ്റ്റൻഷൻ മുതൽക്കാണേ. എക്സ്റ്റൻഷൻ വരുമ്പോൾ ഇത്ര വരും. ഇത് ഫുൾ എക്സ്റ്റൻഷനാണ്. ഒറിജിനൽ അപ്പുറത്തുണ്ട്. ഇത് തൊട്ട് ഇതുവരെ ഈ എക്സ്റ്റൻഷനാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. ഇത് 400 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക്. ആ ഷോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഓണ സമയത്ത് വരേണ്ടതായിരുന്നു എനിക്ക് തോന്നി, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ അന്വേഷിക്കുന്ന ക്യൂട്ട് സാധനങ്ങൾ ചിലങ്ക കണ്ടോ, നല്ല രസമായിട്ട് സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചിലങ്കയുടെ സൗണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാലയായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നേ. ആളും കൂടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് മാറ്റിയിട്ട് ഞങ്ങൾ മാലയ്ക്കാണ് വന്നത്. അപ്പോൾ അവൾ പറയുക എനിക്ക് ഫിൽറ്റർ വേണമെന്ന്. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞാൽ കേൾക്കുന്നതായ കുട്ടിയായത് കൊണ്ട് ഞാൻ നല്ല ഫിൽറ്ററിൽ തന്നെ അവളെ വീഡിയോ ഒന്നും വരരുതെന്നൊക്കെയാണ് പറയുന്നത്. സിമ്പിൾ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് നമ്മളെ അല്ലാതെ ഇടാൻ വേണ്ടിയിട്ടേ. ഇതൊക്കെ അപ്പുറത്തെ കടയിൽ
ഇത് പിന്നെ നമുക്ക് ശീലമാണ് അല്ലേ, ഒരു സാധനം നോക്കാൻ വന്നിട്ട് വേറൊരു സാധനത്തിലേക്ക് കടന്ന് പിന്നെ വാങ്ങുന്ന സാധനം വിട്ടിട്ട് മറ്റൊരു സാധനം വാങ്ങിയിട്ട് വരല്ലേ. പിന്നെ അതിപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ, എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് ആ രീതിയിൽ പോകുന്ന വെച്ചിട്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല, എന്നെ തന്നെ കൺട്രോൾ ചെയ്തു. ഇത് സുറുമി, അതായത് മറ്റേ ഫ്രണ്ടിന്റെ മോളാണ് കേട്ടോ. അവള് കമ്മല് അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ പുറത്ത് ഷോപ്പിൽ ഇറങ്ങി. പിന്നെ അവളെയും കാണാനില്ല, ഞങ്ങൾ വേറൊരു വഴിയായിപ്പോയി, അവള് വേറൊരു വഴിയായിപ്പോയി. ഞാനും പിന്നെ കുഞ്ഞിനെ വരാൻ വിട്ടത്തില്ലല്ലോ, അപ്പൊ ഞാൻ അവളെ കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. വീഡിയോ എടുക്കാം, വ്ലോഗ് എടുക്കാം. Where is your mommy? Where is your mommy? അങ്ങനെ പിന്നെ അവരെ അന്വേഷിച്ച് ഇതിനകത്തുണ്ട് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ അതിനകത്ത് പോയി. പിന്നെ അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ പിന്നെ വേറൊരു ഷോപ്പിൽ പോയി കേട്ടോ. ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ തേടി വന്ന പാലയ്ക്കമാല അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് ഡാൻസിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് നല്ല 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 റേറ്റ് കുറവിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ശൂലം, ഞാനിതിന് ആദ്യമായിട്ട് കണ്ടു. ഇത് നന്നായിട്ട് എനിക്ക് ചേരുന്നുണ്ടല്ലേ. ഇതിൽ ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഗൂഗിൾ പേ ഇല്ല, ഒന്നുമില്ല എന്ന്. അങ്ങനെ പിന്നെ ATM പോയി. പിന്നെ അവിടെ നിന്ന് നടന്ന് ATM പോയി കാശൊക്കെ എടുത്ത് പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങി കേട്ടോ. ഇത് മീൻ കൊണ്ടുവരും പോലെ ഇരിക്കുന്നില്ല, ഇത് മാല ബാക്കി കോസ്റ്റ്യൂംസൊക്കെയാണ് കേട്ടോ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ആളുടെ, അതായത് അശ്വതിയുടെ കോട്ടേഴ്സിൽ പോകണമായിരുന്നു. കാരണം അടുത്ത ദിവസത്തെ ഡാൻസിൻ്റെ അവിടെ സാരി അങ്ങനെ സാധനങ്ങളൊക്കെ അവളെ കോട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി എടുത്തു. പിന്നെ കുറേ ആദ്യമായിട്ടാണോ ഞങ്ങൾ അവളെ കോട്ടേഴ്സിൽ പോകുന്നത്. അപ്പോൾ കുറേ അവിടുത്തെ വീട്ടിലെ കാഴ്ചകളൊക്കെ കുറേ നേരം കണ്ട് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തു, അങ്ങനെ ഇരുന്നു കേട്ടോ. ആളുടെ ഹസ്ബൻഡ് പോലീസിലാണ്, അപ്പോൾ അവർ കോട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ ഒന്നിച്ച് പോകുന്നത്. അങ്ങനെയൊക്കെ കുറേ നാളിന് ശേഷം മീറ്റ് ചെയ്യുന്നത് തന്നെ നേരെ. അങ്ങനെ ഭയങ്കര ഹാപ്പി കേട്ടോ. ഒരുപാട് നാളിന് ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്നും പുറത്തോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇതൊരു ഊട്ടി പോകട്ടെ. ഞാൻ ഒരുപാട് നാളെ കുഞ്ഞിലേ എനിക്കെപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഓരോരുത്തർ പോയിട്ട് വരുമ്പോഴത്തേക്കേ. അപ്പോൾ ഇത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇതിങ്ങനെ ഞാൻ കാണുന്നത്. കാണുമ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഇല്ലേ, എനിക്കങ്ങനെ തോന്നും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഊരാക്കുടുക്കിൽ ഞങ്ങൾ പെട്ടുപോയി കേട്ടോ. ഇത് അടുത്ത ദിവസത്തേക്കുള്ള ചരടാണ് തലയിൽ കെട്ടാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ചാലയിൽ നിന്ന് ചരട് വാങ്ങിച്ചിട്ട് എനിക്ക് ഹാഫ് തരാൻ വേണ്ടിയിട്ട് കുരുക്കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കുരുക്കഴിച്ചഴിച്ച് ഊരാക്കുടുക്കിലൊക്കെ അങ്ങായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലേട്ടോ. പിന്നെ വീഡിയോ ഒക്കെ സമയം കിട്ടും. നാളെ കാണാം.